ഹായ്. ഹായ്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ആ ഇന്ന് എന്താണ് അമ്മുക്കുട്ടി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്ന് പറയും? എന്തിനു വേണ്ടിയാണ് വന്നത്? ഇന്ന് ഞാൻ ഒന്നിനും അടുക്കളയിലേക്ക് വന്നതല്ല. എന്തറിയോ, ഒന്നും ചെയ്യാൻ വയ്യ. അപ്പൊ 2 ദിവസമായി ഭയങ്കര തലവേദന, പിന്നെ ശ്രദ്ധിക്കാൻ വരലാണ്. എന്തിൻ്റെങ്കിലും ഒരു മണം, അതായത് ഈ മസാലയുടെ ഒക്കെ മണം കേട്ടാൽ തന്നെ ശ്രദ്ധിക്കാൻ വരും. ഒരു ദിവസം ഹോട്ടലിലായിരുന്നു ഭക്ഷണം, ഞാനൊന്നും കഴിച്ചില്ല. അങ്ങനെ പിന്നെ ടിഫിൻ എന്നും ഇവര് ഹോട്ടലിലാണ് കൊണ്ടുവരുന്നത്. പിന്നെ എന്താ ഈ അടുക്കളയിൽ തന്നെ വന്ന് നിന്ന്? അത് എനിക്ക് അടുക്കളയിൽ അവരെ കാണുമ്പോഴാണ് എനിക്കൊരു ഇഷ്ടമാണ്. അവരെനിക്ക് കാണാനും ഇഷ്ടമാണ്. അതാണ്, ഇവിടെ ഒന്നും ചെയ്യാനൊന്നുമല്ല. അപ്പോഴാണ് നമുക്കൊരു ഒരു ഇത് വരില്ലോ അല്ലേ? നമ്മുടെ അടുക്കളയിൽ നിന്ന് നിന്നിട്ടൊക്കെ ഞാൻ എപ്പോഴും അവരെ കാണും. അപ്പൊ പിന്നെ അതും ഇതാ കുറച്ചു മുമ്പ് അടുക്കള കാണണം. അച്ഛനും മോനും കൂടി അങ്ങോട്ട് അയ്യോ, ഞാനൊന്ന് എത്തി നോക്കിയിട്ട് അയ്യോ എന്താ ചെയ്യാറുണ്ട്, അവിടെ പോയി കിടന്നു. പിന്നെ അപ്പം അവൻ പറഞ്ഞു, അമ്മ എന്നാ പിന്നെ ഒന്ന് കുളിച്ചു, അപ്പം ഒരു ക്ഷീണത്തിന് കുറവുണ്ടാവും പറഞ്ഞു. ഒന്ന് പോയി കുളിച്ചു വന്ന് നോക്കിയപ്പോൾ ഒക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ക്യാമറാമാൻ. പിന്നെ എന്താ പറയാ, ക്യാമറാമാൻ ഇപ്പൊ സൗണ്ട് ഇല്ല. എനിക്ക് വയ്യാണ്ടായ ക്യാമറാമാൻ പിന്നെ മിണ്ടില്ല. ഏത് ദിവസം നമുക്കിപ്പോൾ ഒരു അസുഖം വരില്ലേ, അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ക്ഷീണമുള്ളപ്പോൾ എനിക്ക് ഏത് നേരത്തും ഇങ്ങനെ ഉഷാറായിട്ട് ഞാൻ കഴിയുന്നത് എന്തറിയോ, എന്തെങ്കിലും അസുഖം വന്നാലും ഞാൻ ഒന്നും പറയില്ല. മുഖത്ത് ഇങ്ങനെ ശരിയൊക്കെ വരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടക്കും. കാരണം എന്താ പറയുക, ഈ 2 സന്തതികളുണ്ടല്ലോ എൻ്റെ, ഭയങ്കരമാണ്. എന്താ ഇന്നലെ അപ്പോൾ അവൻ വീഡിയോ കോളിൽ വന്നപ്പോൾ എന്താ ആദ്യം തന്നെ അനുമോള് ചോദിച്ചു, എന്താ നമ്മുടെ മുഖത്തൊരു ക്ഷീണം ഉണ്ടല്ലോ, നമ്മുടെ മുഖത്ത് എന്താ ഒരു ക്ഷീണം എന്ന് ചോദിച്ചു. പിന്നെ അവനിങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്, എന്താ പറയുക, സ്കാൻ ചെയ്യാൻ അങ്ങനെ നോക്കണ്ടായിരുന്നു. നോക്കിയിട്ട് പറയുമ്പോൾ നമ്മുടെ മുഖത്തൊരു ഇതുണ്ടല്ലോ. അപ്പം ഞാൻ അത് ചൂടിൻ്റെ ആണ്, അതുകൊണ്ട് ക്ഷീണമാണ്, വേറെ ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞു. എന്ത് പറഞ്ഞാലും ഒരേ നോട്ടാണല്ലേ, എന്താ നോക്കണമെന്നൊന്നും മനസ്സിലാവില്ല. എന്നെ ഇത് സ്കാൻ ചെയ്യാൻ ഇരുന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയാണ് നമ്മുടെ മുഖത്ത് മിന്നി പറയുന്നത്. സാധാരണ രീതിയിൽ അവളും പിടിക്കുകയാണ് അനുഭവം. അവള് എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കും. പിന്നെന്താ അറിയോ, ഞാൻ കഴിയുന്നതും അവരുടെ ഫോൺ വീഡിയോ കോളൊക്കെ വരുമ്പോൾ അറിയിക്കാറില്ല. വയ്യെങ്കിലും ഞാൻ അറിയിക്കില്ല. കാരണം എന്താ പറയുക, എന്നും അനുമോള് പറയും, അമ്മയ്ക്ക് ഇത്തിരി വയ്യാന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ചോട്ടു ഇങ്ങനെ ആലോചിച്ച് കണ്ണിലും വെള്ളം നിറച്ചൊക്കെ ഇരിക്കും. അമ്മയ്ക്കൊരു ചെറിയ എന്തെങ്കിലും വന്നാലും ചോട്ടിന് ഭയങ്കര ടെൻഷനാണ്. അപ്പം ഞാൻ അവരകലെ ഉള്ളതല്ലേ, അപ്പം എന്തിനാ വെറുതെ വിഷമിപ്പിക്കുന്ന വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും വന്നാലും ഞാൻ എൻ്റെ മുഖത്തിങ്ങനെ ഒന്നും ഇല്ലാത്തപ്പോഴൊക്കെ ഞാൻ അഭിനയിച്ച് കാണിക്കും, എന്നാലും കണ്ടുപിടിക്കും. അങ്ങനെയാണ് അവർ. ഇവിടെ ആണെങ്കിൽ ഒന്ന് തലവേദന വന്നൊരു ഇത്തിരി നേരം കിടക്കാനോ ഇരിക്കാനോ പറ്റില്ല. അപ്പോൾ ഒരു തലക്കുന്ന അച്ഛൻ ചോദിച്ചു, എന്താണ് ഗുളിക ഉണ്ടല്ലേ, ആ ഗുളിക കഴിച്ചോ, ഈ ഗുളിക കഴിച്ചോ, ഏതെങ്കിലും അങ്ങനെ ഇളനീര് വേണോ, അത് വേണോ, ഇത് വേണോ, അങ്ങനെ ചോദിക്കും. ഇവനാണെങ്കിൽ എന്താ നമ്മുടെ മുഖത്തൊരു വ്യത്യാസം, എന്താ അമ്മ കിടക്കാറില്ലല്ലോ, എന്താ അയ്യോ ഒന്നും പറയണ്ട. കെയറിങ് കൂടിക്കഴിഞ്ഞാലും മനുഷ്യന് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ. അതുപോലെ എനിക്ക് ശ്രദ്ധിക്കാൻ വന്നിട്ട് ഒന്നും വേണ്ട. അപ്പം ഞാൻ ഇത്തിരി രാഗി ഞാൻ എപ്പോഴും ഇങ്ങനെ കുറുക്കി വെള്ളം പോലെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അത് ഇടയ്ക്ക് ഇത്തിരി കുടിച്ചു കഴിഞ്ഞാൽ മതി, വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ ഇവന് ചോറ് വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് വിശപ്പില്ല. എന്താ വിശപ്പില്ല? ഇവന് ഞാൻ കഴിക്കണം, എപ്പോഴും കഴിക്കാൻ പറ്റും ഇങ്ങനെ. ഇവനാണെങ്കിൽ എനിക്കെന്തെങ്കിലും വയ്യണ്ടായി വന്ന പിന്നെ ഇവന് ഭക്ഷണം വേണ്ട, പിന്നെ മിണ്ടാട്ടം തുറന്നു കണ്ടോ ശബ്ദം. അതല്ല അതിന് വേറെ കാര്യം കൂടി ഉണ്ടമ്മ. ഞങ്ങൾക്കൊക്കെ വയ്യണ്ടായ അമ്മ നന്നായി ഭക്ഷണം കഴിക്കുമോ? അപ്പൊ അതേപോലത്തെ വിഷമല്ലേ മക്കൾക്ക് ഉണ്ടാവുക. അപ്പൊ അങ്ങനെയാണ്. അതുകൊണ്ട് വയ്യാന്ന് പറഞ്ഞിട്ടൊന്നും ഇരിക്കാനും ഒരു സ്വാതന്ത്ര്യം ഇല്ലെന്ന് പറഞ്ഞാലോ. അതായത് ഏതു നേരത്തും ചിരിച്ചും കളിച്ചും എനിക്ക് എപ്പോഴും ഉഷാറായിട്ടുണ്ടാവുമോ? എന്തെങ്കിലുമൊക്കെ അസുഖം മനുഷ്യന് വരില്ലേ? യഥാർത്ഥത്തില് അമ്മയ്ക്ക് മാത്രല്ല, ഇപ്പത്തെ ചൂടിന് ഒരുവിധം മനുഷ്യന്മാരൊക്കെ വളരെ ഡോക്ടർ പറഞ്ഞെന്താ, ഇത് വേറെ ഒന്നുമല്ല, 2 ദിവസം കൊണ്ട് ശരിയാവും. വോമിറ്റിംഗ് സെൻസേഷൻ വരിക, ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ടാവുക, അതാണെന്നല്ലേ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അതാണ് ഇപ്പോൾ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും. പക്ഷേ ഇതെന്താണെന്ന് പറഞ്ഞാൽ അമ്മ ഒരു ദിവസം ഈ അടുക്കളയ്ക്ക് ഒരു റെസ്റ്റ് കൊടുത്തപ്പോൾ വായിക്ക് രുചിയായിട്ട് ഒന്നാമത് നമുക്ക് തിന്നാൻ തോന്നിയിട്ടില്ല ഒന്നും. എവിടെ നിന്ന് മേടിച്ചാലും അതിനത്ര ടേസ്റ്റ് നമുക്ക് തോന്നുമില്ല. രണ്ടാമത് ഈ അടുക്കള വൃത്തിയാക്കുന്ന ഒരു പണി എന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം വലിയ പണിയാണെന്നത് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അച്ഛൻ കഞ്ഞി വെച്ചു, പിന്നെന്താണ് പയറ് തോരൻ വെച്ചു, ഒരു ഓംലേറ്റ് ഉണ്ടാക്കി. എന്താ ഭഗവാനെ, അടുക്കള എന്ന് പറഞ്ഞ എന്താ പറയാ, പാത്രങ്ങളുടെ ബഹളം കിടക്കുമ്പോലെ കിടക്കണ്ടായിരുന്നു.
ഞാനൊന്ന് എത്തിയൊക്കൊന്നും വേണ്ട, അമ്മ അവിടെ പോയി കിടന്ന് അമ്മ കുളിച്ചിട്ട് വരൂ, അപ്പോഴേക്കും ഇത് ശരിയാവും പറഞ്ഞു. വന്നപ്പോ ഒക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അത് ക്യാമറമാനെ ആക്കിയത് നമുക്ക് അടിപൊളിയായില്ല, എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്, ഒന്നും കാണാനില്ല. അതൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അമ്മ എവിടെയെങ്കിലും പോയി കിടക്കില്ലല്ലോ, അപ്പൊ ദേശം അമ്മക്ക് മനസ്സിൽ അതന്നെ ആയിരിക്കില്ല ചിന്ത. എനിക്ക് തോന്നുന്നു അയ്യോ ഒന്ന് പോയി വൃത്തിയാക്കാന്ന് തോന്നുന്നു. അതാണ്, അങ്ങനെ തീരെ വയ്യാണ്ട, എന്താണ് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, പിന്നെ ഈ ഛർദ്ദിക്കാൻ വരെ എടുക്കും. അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. പിന്നെ എത്ര വയ്യെങ്കിലും മനസ്സും കൊണ്ട് സ്വീകരിച്ച കുറച്ച് ആൾക്കാരുണ്ട് ഇതിൽ. അവരോട് ഞാനിപ്പോ വന്നത് അത് പറയാനാ വന്നത്. എന്താ അറിയോ, എനിക്ക് നിങ്ങളെ കാണാതെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാതെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഈ ചേച്ചി എവിടെ പോയി, എന്ത് പറ്റി ഈ ചേച്ചിക്ക്, ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായോ ചേച്ചിക്ക് എന്നൊക്കെ തോന്നില്ലേ? എനിക്ക് നിങ്ങളെ കാണാണ്ടിരിക്കാൻ പറ്റിയിട്ടല്ല, തീരെ തല കൊണ്ടൊന്നുമില്ല. തലവേദന എന്ന് പറഞ്ഞാൽ കണ്ണിങ്ങനെ തുറക്കാൻ പറ്റാത്ത അത്ര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഇന്ന് എന്തായാലും നിങ്ങളൊന്ന് കണ്ട് ഇത് പറയാം, ഈ വിവരമൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ്. അതുകൊണ്ട് അടുക്കളയിലൊന്നും ഞാൻ ചെയ്യുന്നില്ല. നാളെ ഒക്കെ ആകുമ്പോഴേക്കും നമ്മ റെഡി ആയിട്ടുണ്ടാവും. നാളെ ആകുമ്പോഴേക്കും ഒരുവിധമൊക്കെ ഞാൻ റെഡിയാവും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കാണിച്ചുകൊണ്ട് എന്നത്തെ പോലെ ഞാൻ അടുക്കളയിൽ. അപ്പോൾ ഇത്രത്തോളം സ്നേഹം നൽകി, കാരണം ഒരു ശരിക്കും യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു കുടുംബം തന്നെയാണ്. അപ്പോൾ ഇത്രയും ഒരു കുടുംബക്കാർ നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ അറിയിക്കാനുള്ളൊരു കടമ നമുക്കുണ്ട്. അപ്പോൾ വയ്യാണ്ടിരുന്നാലും എൻ്റെ അമ്മ അവിടെ വന്ന് നിന്നിട്ട് നിങ്ങളെ കുറേ സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്, കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അമ്മമാരുണ്ട്, അങ്ങനെ പല പല ബന്ധങ്ങളിൽ നിന്നൊരു പുതിയൊരു ബന്ധം നമുക്ക് കിട്ടിയ വലിയൊരു എന്താ പറയുക, വളരെ ജെന്യൂനായിട്ടുള്ള കുറേ ആൾക്കാരാണ് കിട്ടിയത്. ഒരു അമ്മ എപ്പോഴും ചോദിക്കും എന്താ മോളെ ഇന്നലെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചു, അങ്ങനെ ചോദിക്കും. പിന്നെ ആൾക്കാരെന്ന് പറയുന്നത് യൂട്യൂബിലുള്ളവർക്ക് ആൾക്കാരുണ്ടാവും, പക്ഷേ ഇത്രയും ജെന്യൂനായിട്ട് കുറച്ച് ആൾക്കാർ, അതൊരു ഭാഗ്യം ചെയ്തവർക്ക് മാത്രം കിട്ടും. എന്താ പറയാ, എൻ്റെ സ്വന്തമാണ് എല്ലാം. എൻ്റെ ചേച്ചിയോ അനിയത്തിയോ എന്താ പറയുക മകനോ പിന്നെന്താ അമ്മയോ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു കുന്നോടൊന്നും വേണ്ട, ഈ ഒരു ചെറിയ കുഞ്ഞുകുരുവോളം എത്ര ആൾക്കാർ മതി, ഇതിൽ തന്നെ നമ്മൾ സംതൃപ്തരാണ് സത്യം പറയുകയാണെങ്കിൽ. അല്ലമ്മ എന്താ പറഞ്ഞ ആ എൻ്റെ ആൾക്കാരില്ലേ, എത്രത്തോളം എനിക്ക് സ്നേഹം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൂടെ പറഞ്ഞവർക്ക് പോലും ഇത്ര ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട് എനിക്ക്, സത്യം. അതെ, ഒരു ബന്ധുക്കൾക്കും ഇല്ല, ആർക്കും ഇല്ല. അത്രയും സ്നേഹമാണ് അവർക്ക്. ഓരോരോ മെസ്സേജ് എനിക്ക് വായിക്കുമ്പോൾ കണ്ണിങ്ങനെ നിറഞ്ഞിട്ടാണ് ഞാൻ വായിക്കുക. കാരണം ചില സംഭവങ്ങളൊക്കെ നമുക്ക് ആരും ഇല്ലാത്തവർക്ക് ദൈവം കൊടുക്കുന്ന ചില ബന്ധങ്ങളെന്ന് പറയും, അങ്ങനെ ചില ബന്ധങ്ങളാണ് ഇത്. ദൈവം അറിഞ്ഞു തന്ന ചില ബന്ധങ്ങളാണ്. ഞാൻ എപ്പോഴും പറയില്ല, ഇത്രയും ജെന്യൂനായിട്ട് കുറച്ച് നല്ല ആൾക്കാർ അത് ഒരുമിച്ചൊരു കൂട്ടായിട്ട് കിട്ടുക എന്നുള്ളത് ഒരു മഹാഭാഗ്യമാണ്, സൗഭാഗ്യമാണ്. ഓരോ മെസ്സേജ് വായിക്കുമ്പോഴും എൻ്റെ കണ്ണ് സത്യമായിട്ട് ഞാൻ പറയണേ, എൻ്റെ കണ്ണ് എന്നും പറയാം, ഇപ്പോൾ ഓർക്കുമ്പോൾ പോലെ. അപ്പം നിങ്ങൾ ആ മെസ്സേജ് വായിക്കാൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. എന്നിട്ട് ഈ അമ്മക്കുട്ടിക്ക് വായിച്ചോണ്ടിരിക്കും ഞാൻ. എന്നിട്ട് ഈ വയ്യാണ്ടിരിക്കുന്ന അമ്മക്കുട്ടിക്ക് വല്ല സ്വൈര്യം തന്നിട്ടുണ്ടോ? വേറെ ഒന്നല്ല, വരിക ചോദിക്കുക അമ്മ മതി. എന്തറിയോ, ഏത് നേരം അമ്മ ഇപ്പൊ എങ്ങനെയുണ്ട്? അമ്മ എന്നെ കണ്ട അങ്ങോട്ട് തിരിച്ച് ഉറങ്ങിയ പോലെ നാടകം കളിക്കാൻ തുടങ്ങി. ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ട് പോലെ, കുറച്ച് കുറവുണ്ട്. നാളെ ആകുമ്പോഴേക്കും ശരിയാവും, അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ശരിയാവും. ഒന്ന് ശരിയായാ മതി ഭഗവാനേ. എനിക്ക് വയ്യാണ്ടായി. എന്ത് വയ്യാണ്ടായി? എനിക്ക് വയ്യണ്ടായി, ഇവര് വയ്യണ്ടായി. ഇവരല്ലേ എന്നെ നോക്കേണ്ടത്. ഇവൻ പറയാ അയ്യോ അമ്മയ്ക്ക് വയ്യണ്ടായി, എനിക്കും വയ്യണ്ടായി. അവിടെയാണെങ്കിൽ അവനും അതുപോലെ. അവൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവൾ എന്നും പറയാറുണ്ട് അനുമോള് അങ്ങനെയാണെന്ന്. അപ്പം ഈ രണ്ട് മക്കളും ഇങ്ങനെ. പിന്നെ ഏട്ടനാണെങ്കിൽ അത് വേണോ, ഇത് വേണോ, അത് കഴിക്കോ, ഇത് കഴിക്കോ. ഈ കയറി കൂടി കഴിഞ്ഞാലും ഒരു ബുദ്ധിമുട്ടാണെന്ന് തോന്നും ചില സമയത്ത് എനിക്ക്. ഇതന്നെയാണ് ഞങ്ങൾക്കും തോന്നുന്നത്. വയ്യാണ്ടാകുമ്പോൾ ചുറ്റം വന്നിരിക്കുന്ന അപ്പപ്പ വന്നിട്ട് കുത്തി എണിപ്പിച്ചിട്ട് അത് കഴിക്കുമോ, ഇത് കഴിക്കുമോ, ഇത് കഴിക്കണോ, അതിൻ്റെ കൂടെ ചോദിക്കുക. അല്ല അത് കഴിക്കണോ അമ്മ, ഐസ്ക്രീം കഴിക്കണോ എന്ന് ഇവൻ ചോദിക്കുക. അതെ അമ്മ ഐസ്ക്രീം കഴിച്ച ചിലപ്പോൾ അമ്മയ്ക്ക് കഴിക്കാൻ പറ്റും, കൊണ്ടുവന്ന് വന്നാലോ. എനിക്ക് മധുരം ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. പിന്നെ മസാലയുടെ മണം ഒന്നും തോന്നുന്നില്ല. ഹോട്ടലിൽ നിന്നൊരു മസാല ദോശ കൊണ്ടുവന്നാലോ. അല്ല വേറൊന്ന് പറയട്ടെ, ദേഷ്യം വന്നിട്ട് ഇന്നലെ നമുക്ക് ശരിക്കും മിണ്ടാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്ന് ഈ ക്യാമറ അങ്ങോട്ട് ഓൺ ചെയ്ത് ഭയങ്കര സംസാരമായി പോയല്ലോ. അതെന്റെ ആൾക്കാരോടല്ല, ഞാൻ വന്നപ്പോ ഞാൻ എന്നെ കൂടെ മറന്നു. ഇനി കുറച്ച് കഴിഞ്ഞാൽ പോയി കിടക്കും ചെയ്യും. എന്താറിയോ, ക്ഷീണം നല്ലോണം ഉണ്ട്. പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത. പിന്നെ ഒന്നുണ്ടമ്മ, ഇത്രത്തോളം പറയണ ഒരു കാര്യം ചിന്തിക്കണം. നമ്മുടെ എല്ലാവരുടെയും എല്ലാ സർവസ്വവും ഐശ്വര്യവും എല്ലാം അമ്മയാണ്, മനസ്സിലായില്ലേ? നമുക്ക് ബാങ്കിലുള്ള ബാലൻസിനെ ഒന്നല്ല നമുക്ക് ആഗ്രഹിക്കുന്നത്. അമ്മ എന്ന് പറയുന്നത് ഏറ്റവും വലിയ സമ്പത്താണ്. അപ്പം അതൊന്ന് തടന്നു പോയാൽ മനസ്സ് പാടാത്ത മക്കളുണ്ടെങ്കിൽ അവർ മക്കളല്ല. ഏത് മക്കൾക്കാണ് മനസ്സ് പാടാണ്ടിരിക്കുക? അമ്മ എന്ന് പറഞ്ഞാൽ വീട്ടിലെ വിളക്കാണ്. ആ അമ്മ എന്നും ആരോഗ്യത്തോടു കൂടി നല്ല അടിപൊളിയായിട്ടുള്ളപ്പോഴാണ് മക്കൾക്കൊക്കെ ഒരു സന്തോഷം. പാചകം ചെയ്തില്ലെങ്കിലും സന്തോഷമായിട്ട് ആരോഗ്യമായിട്ട് ഉണ്ടാവണം, അതാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ആരോഗ്യം തടന്നു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വിശപ്പൊക്കെ അവിടെ നിന്ന് പോകും.
മനസ്സിലായി. അവരുടെ ഇവരൊന്നും അച്ഛനായാലും മകനായാലും ഭക്ഷണം ഒന്നും കറക്റ്റായിട്ടൊന്നും കഴിച്ചിട്ടുമില്ല, ഒന്നുമില്ല, എനർജി ഇല്ല. അപ്പം എനിക്ക് തോന്നുകയാണ് കുറച്ചൊക്കെ വഹിച്ചാൽ ഞാനങ്ങ് നീറ്റ് നടക്കാം. എന്താ അതൊക്കെ കാണാൻ അങ്ങനെയൊന്നും വേണ്ട, ആരെങ്കിലും റെഡിയായിട്ട് നീച്ച് നടന്നാൽ മതി. ഏത് നേരം വന്നിട്ട് ഇങ്ങനെ അത് വേണോ ഇത് വേണോ. പിന്നെ അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ലേ? കുറച്ച് പറഞ്ഞോ, ഒരു 10% കുറവുണ്ടമ്മ, 20% കുറവുണ്ടമ്മ, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? അതാണ് പറഞ്ഞത്, ഓവറായിട്ട് അമ്മ ഡോക്ടറിന്റെ അടുത്ത് കംപ്ലൈന്റ് പറഞ്ഞല്ലോ അമ്മ? ഓവറായിട്ട് കെയറിങ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ട്. അമ്മ ഡോക്ടറിന്റെ അടുത്ത് അമ്മ കംപ്ലൈന്റ് പറഞ്ഞു അല്ലേ? ഞാൻ അമ്മേനൊന്നും പറഞ്ഞു ഏത് നേരം നോക്കിയാലും ഇവര് വന്നിട്ട് കുറഞ്ഞോ, ഇപ്പൊ എങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്, അത് കഴിക്കണം, അത് ഡോക്ടർ ചിരിക്കാണ്. ചിരിച്ചിട്ട് പറയാ അതവര് സ്നേഹം കൊണ്ടല്ലേ. അങ്ങനെയുള്ള സ്നേഹം കിട്ടാനൊക്കെ എന്റെ ഭാഗ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഡോക്ടർ. ഡോക്ടർക്ക് മനസ്സിലായി, അമ്മക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ എന്തായാലും അവിടെ കിടക്കുമ്പോ അസുഖമായിട്ട് കിടക്കുന്ന സമയത്ത് ആ ആൾക്കാരോട് വന്നിട്ട് ഒരുപാട് കെയറിങ് ആണ്. അതുകൊണ്ടാണെങ്കിലും നമ്മള് അതാണ് സ്നേഹം കൊണ്ടാ ചോദിക്കുന്ന ആ സമയത്ത് നമുക്കൊരു ഇത് തോന്നും. പക്ഷെ എന്നാലും നമുക്ക് കുറെ ഉഷാരിപ്പോൾ വന്നു കേട്ടോ വീഡിയോ പിടിക്കുമ്പോഴേക്കും. അപ്പോൾ ശരിക്കും പറയാം ഇന്നൊരു വീഡിയോ പിടിച്ചെങ്കിൽ ഉഷാർ വന്നേനേന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ പിടിച്ചത് നന്നായി, ഒരു പകുതി മാറി ഇപ്പം തന്നെ സംസാരിച്ചുകൊണ്ട് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് തോന്നി അവരോട് എന്തെങ്കിലും 2 വാക്ക് പറയാടാ മോനെ. അപ്പം നമുക്ക് അല്ല, അത് എനിക്ക് തോന്നി എങ്ങനെ അറിയാം, അമ്മ ഇന്നലെ അവിടെ അങ്ങനെ കടന്നുറങ്ങുമ്പോഴും പക്ഷേ ഇന്ന് വീഡിയോ ഇട്ട് എൻ്റെ ആൾക്കാർ എന്ത് വിചാരിച്ചിട്ടുണ്ടാവുന്ന ചിന്തയായിരുന്നു. ചിന്ത ഉണ്ടായിരുന്നു എനിക്ക്. എന്താ എന്ത് വിചാരിക്കും, ചേച്ചി എവിടെ പോയി എന്നാ വിചാരിക്കുക, അങ്ങനെയൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. എന്നാൽ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് തോന്നില്ലേ, അപ്പം നമുക്കാണെങ്കിലും തോന്നില്ലേ. ഇപ്പം എനിക്ക് ആ മെസ്സേജൊക്കെ വായിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമല്ലേ, അത് ഇല്ലാണ്ടും ആവുമല്ലേ. പിന്നെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച പുതിയൊരു ബന്ധമായി മാറി എന്നെന്നും ആഴത്തിൽ മനസ്സിൽ പതിഞ്ഞ ഒരു വയ്യാണ്ടായാലും കൂടി എൻ്റെ അമ്മയ്ക്ക് നിങ്ങളെ കാണാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത്ര ആഴത്തിൽ ചേരുന്ന മെസ്സേജുകളൊക്കെ നമ്മുടെ മനസ്സിൽ സ്പർശിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെവരൊന്ന് കണ്ട് അനുവാദം ചോദിക്കണം നമ്മുടെ ഒരു കടമയാണ് അല്ലേ. ഇന്ന് ഫുള്ള് ഞാൻ ഒരു ദിവസം കൂടി റെസ്റ്റ് എടുക്കുകയാണ്, നാളെ ഞാൻ വരാം. അപ്പം ഇന്ന് ഏതാണ്ട് പകുതിയോളം ഞാൻ ശരിയായിട്ടുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ കഞ്ഞി എന്തെങ്കിലും കുടിക്കും ഞാനിന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നാളെ തൊട്ട് ഞാൻ വരാം. എന്തായാലും ഇത്തിരി വൈക്കെങ്കിൽ ഞാൻ നിങ്ങളെ കാണാണ്ടിരിക്കുകയില്ല, എനിക്കതിന് പറ്റില്ല, കഴിയില്ല. അപ്പോൾ ഇവിടെ എൻ്റെ ഈ കുടുംബം, എൻ്റെ മക്കളും എൻ്റെ മരുമകളും എൻ്റെ ഹസ്ബൻഡും ഒക്കെ എങ്ങനെ എന്നെ കെയർ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നിങ്ങൾ എന്നോട് വെച്ച്, അതേ സ്നേഹമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ അവരെ പോലെ തന്നെ സ്നേഹമാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത്. ഇനിയിപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞത് കിടക്കണമെന്നൊക്കെ തോന്നുന്നുണ്ട്. ഇനി പോയി ഞാൻ കിടക്കും, റെസ്റ്റ് എടുത്തിട്ട് ഫുള്ള് റെസ്റ്റ് എടുത്തിട്ട് നാളെ കാണാം. ഓക്കെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞാമ്മ, പറഞ്ഞൂല്ലേ? ബൈ ബൈ.